അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കേരളത്തിന്റെ സ്വന്തം VS വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം ആ ഒരു പരാമർശം നടത്താനുള്ള ഒരു പശ്ചാത്തലം ഇതായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈ മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരർ അറുത്ത് മാറ്റിയത്. അദ്ദേഹം VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചിലർക്ക് അത്രയ്ക്കങ്ങ് ദഹിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമായി മാറും. ഇവിടുത്തെ യുവജനങ്ങളെ റാഡിക്കലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അതിനിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഓർക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ ഒരു പരാമർശം നടത്തിയത്. VS അന്ന് പറഞ്ഞ ആ ഒരു പ്രവചനം ഈ വർഷങ്ങൾക്ക് ഇപ്പുറം എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്, എത്രത്തോളം ഗൗരവത്തോടു കൂടി ആ പ്രവചനത്തെ നാം കാണണം. മാത്രമല്ല, അതിനെ സാധൂകരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി അടുത്ത ദിവസങ്ങളിൽ വരികയുണ്ടായി. കേരളത്തിന്റെ പോലീസ് മേധാവി തന്നെ ഒരു കാര്യം പറഞ്ഞു. നിരോധിക്കപ്പെട്ട PFI എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ പ്രവർത്തകർ SDP ഉൾപ്പെടെ മറ്റ് പല സംഘടനകളിലേക്കും ചേക്കേറിയിരിക്കുന്നു. അത് വളരെയധികം ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. VSന്റെ ആ ഒരു പ്രവചനം തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം കേരള പോലീസ് മേധാവി നടത്തിയ ആ ഒരു പരാമർശം, അത് കേരളത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ, സൂചനകൾ എന്തൊക്കെ? ഈ വിഷയമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാള് വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യവിട്ട്, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. നമ്മൾ 2022 PFIനെ ബാൻ ചെയ്തു. അതിനുശേഷം കുറച്ച് അവർക്കെതിരായിട്ട് നല്ല ശക്തിയായ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു, കേരളം അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും. പിന്നെ കുറച്ച് പേര് അതിലുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ പിടികൂടി കുറച്ച് പേര് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ, അതിലുള്ള അനുഭവമുള്ള ആളുകൾ, അവർ അതിൻ്റെ സിമ്പത്തൈസേഴ്സും അവർ മറ്റ കാര്യങ്ങളിലേക്ക് മറ്റ് SDPIയും അതുപോലത്തുള്ള സംസ്ഥാനങ്ങൾ ഓർഗനൈസേഷനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നതിന് ഇൻപുട്സ് ഉണ്ടായിരുന്നു അതിലേക്ക്. അതിൽ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംഘടനകൾ ഏതാണ് കുറച്ചുകൂടെ വയലൻസ് അല്ലെങ്കിൽ അത് അവർക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണം. അവരിലേക്ക് ആ ഭാഗത്തിൽ നമ്മൾ നോക്കിയിട്ട് വേണ്ടത്ര നടപടി സ്വീകരിക്കണം. കേരളത്തിന്റെ പോലീസ് മേധാവി റവേഡ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു സ്വകാര്യ വാർത്താ ചാനൽ 24 ചാനലിനൊക്കെ നൽകിയ അഭിമുഖത്തിൽ വളരെ ചർച്ചയാക്കപ്പെട്ടൊരു 2 സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പല നിലപാടുകളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് PFI നിരോധിക്കപ്പെട്ടു, പക്ഷേ നിരോധനത്തിന് ശേഷവും PFIയുടെ അണികൾ പല പാർട്ടികളിൽ അല്ലെങ്കിൽ പല സംഘടനകൾ, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് SDP ആണ്, SDP ഉൾപ്പെടെയുള്ള പല പാർട്ടികളിലും വന്നു ചേർന്നിട്ടുണ്ട് എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് കേരളം പൊതുവെ ശാന്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് എന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, പൊതുവെ DGPമാർ ഈ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചുള്ള പല ഞെട്ടിക്കുന്ന സത്യങ്ങളും വിരമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പറയാറുള്ളത്. ലോക്നാഥ് ബെഹ്റ ആയിക്കോട്ടെ, സെൻകുമാർ ആയിക്കോട്ടെ, ജേക്കബ് പൊന്നൂസ് ആയിക്കോട്ടെ, അവരൊക്കെ വളരെ വിവാദപരമായിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്നാൽ സത്യം നിറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം PFI സംബന്ധിച്ച് വളരെ
ഭയത്തിന് നിരക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അദ്ദേഹം പറഞ്ഞ ഈ ഒരു പോയിന്റ് അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? അതായത് ഒരു നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ അണികൾ SDP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അതിൽ നമുക്ക് ഇവിടെയുള്ള സോക്കോൾഡ് സെക്യുലർ പാർട്ടികളെ നമുക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആ പാർട്ടികളിൽ ഈ നിരോധിക്കപ്പെട്ട PFIയുടെ അണികൾ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ അത്ര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണോ കേരള? നമ്മൾ പല നിലപാടുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിലെ എവിടെ ഒരു ഭീകരപ്രവർത്തനം നടന്നാലും അതിന്റെ അന്വേഷണം പലപ്പോഴും ചെന്നെത്തുക കേരളത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ശാന്തത എന്ന് പറയുന്നത് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പുള്ള ചില നിഗൂഢമായിട്ടുള്ള ഒരു ശാന്തത തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയില്ലേ റോബിൻ? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് എവിടെയും പോയി പൊട്ടിത്തെറിക്കൽ എന്നതിനും അപ്പുറത്ത് റാഡിക്കലൈസേഷനാണ് ഇവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം. കാരണം ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ആ ബോംബ് സ്ഫോടനത്തിൽ, അന്ന് ആ ബോംബ് സ്ഫോടനത്തിന് കാരണമായ ആ വ്യക്തി കേരളത്തിലെ പാലക്കാടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത്. എന്ന് വെച്ചാൽ ആ റാഡിക്കലൈസേഷൻ നടത്തിയത് അങ്ങനെയാണ് എന്നുള്ളത്. പിന്നെയും അല്പം പെട്ടുപോയത് എനിക്ക് തോന്നുന്നത് ഈ ഖാലിഫേറ്റ് വന്നു എന്ന് പറഞ്ഞ് ഏകദേശം ബ്രിട്ടൻ്റെ അത്രയും ഏരിയ ഇവരുടെ അണ്ടറിലായതിനു ശേഷമാണ് ഖാലിഫേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം അതിൻ്റെ നേതാവ് പറയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ തീവ്രവാദ മൂർധന്യത എത്തിയ കുറേ പേര് അങ്ങോട്ട് പോയത്. കാരണം ഏകദേശം ഒരു ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയത് എന്നുള്ള ഒരു അപവാദം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാ കാര്യത്തിലും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും റാഡിക്കലൈസേഷൻ നടത്തുക എന്നുള്ള കാര്യമാണ്. ഇവർ അല്പം എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കറിയാം. മൾട്ടി കൾച്ചറലിസമായിട്ട് അല്പം ഒരു അനുഭവമുള്ള ആളുകളാണ്, അതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വളർന്നു വന്നേരം. അവരങ്ങനെ അവിടെ ഇവിടെയും പോയി പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനും അപ്പുറത്ത് റാഡിക്കലൈസേഷനാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. പിന്നെ പോലീസ് മേധാവി അദ്ദേഹം പറഞ്ഞ് മറ്റു പോലീസ് മേധാവിമാർ ലോക്നാഥ് ബെഹ്റ അടക്കമുള്ളവർ വിരമിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ അത്ഭുതമില്ല. കാരണം എന്ന് വെച്ചാൽ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അതിന് മുന്നേ അത് വേറൊരു തീവ്രവാദ സംഘടന നിരോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആളുകൾ സിമിയിലേക്ക് വന്നു. അതിനുശേഷം അത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് NDF അടക്കമുള്ള, അതുപോലെ തന്നെ PDP അടക്കമുള്ള, അതുപോലെ വെൽഫെയർ പാർട്ടി, SDPI, അതുപോലെ PFI ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത്. PFI നിരോധിച്ച് ഇപ്പോൾ SDPI അടക്കമുള്ള, ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള അങ്ങനെയുള്ള ഇതിലേക്ക് ഇവരുടെ ചുവട് മാറ്റുന്നു. എന്നാലും അജണ്ട ഒന്നാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് ശരിക്കും P. ജയരാജൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഈ മുസ്ലിം ലീഗിനെ ജമായത്തെ ഇസ്ലാമി സ്വാധീനിക്കുന്നു, മുസ്ലിം ലീഗ് ജമായത്തെ ഇസ്ലാമിയുമായി അടുക്കുന്നു എന്ന് പറയുന്ന പുസ്തകം വരുന്നു. ഒരുപക്ഷെ അത് ഇടതുപക്ഷത്തിലേക്ക് മുസ്ലിം ലീഗിനെ കിട്ടാത്തതിൻ്റെ ഒരു ചുരുക്ക് വെച്ച് അദ്ദേഹം പറയുന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ചില യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കും. കാരണം ഈ പാർട്ടികൾ പലതുണ്ടെങ്കിലും സംഘടനകൾ പലതുണ്ടെങ്കിലും ഇതിൻ്റെ അജണ്ടകൾ ഒന്നായതുകൊണ്ട് ഈ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസിൽ ചേക്കേറി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഈ അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ല കോൺഗ്രസിൻ്റെ അവരുടെ അജണ്ട ഇവർ സ്വാംശീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ അജണ്ട കോൺഗ്രസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇടതുപക്ഷത്തിൽ വന്നാൽ അതിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ കയറി എന്നുള്ളതാണ് ഇതിനുള്ള പ്രാധാന്യം എന്നുള്ളത്. അല്ലാതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പം സിമി നിരോധിക്കപ്പെട്ടു, ഓക്കെ കഴിഞ്ഞു, PFI അത് കഴിഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ഇവർ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം, മുസ്ലിം ലീഗ് കയറിയിട്ടുണ്ടോ, മുസ്ലിം ലീഗ് ഡേഞ്ചറസ് ആണ്. കോൺഗ്രസിൽ കയറിയിട്ടുണ്ടോ, കോൺഗ്രസ് ഡേഞ്ചറസ് ആണ്. ഇടതുപക്ഷത്തിൽ കയറിയിട്ടുണ്ടോ, ഇടതുപക്ഷം ഡേഞ്ചറസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും എന്ന് പറയുന്ന പോലെ തീവ്രവാദ മനസ്ഥിതിയുമായിട്ട് ആരൊക്കെ എവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവിടെ തീവ്രവാദം സ്പ്രെഡ് ചെയ്യും. തീവ്രവാദ മെന്റാലിറ്റി കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറി എന്നതിനും അപ്പുറത്ത് തീവ്രവാദ മെന്റാലിറ്റി, ഈ റാഡിക്കലൈസേഷൻ എല്ലായിടത്തും ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ഇതിനെ എവിടെ ഡേഞ്ചറസ് ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ മുസ്ലിം ബ്രദർഹുഡ്, ഇപ്പം സൗദി അറേബ്യ, UAE, ടർക്കി അടക്കമുള്ള അവിടുത്തെ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള സലഫി ഗ്രൂപ്പുകൾ അടക്കമുള്ള അങ്ങനെ ആ മൗദൂദി, ആ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഒരു പാറ്റേണിലുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള സംഘടനകൾ എല്ലാം കേരളത്തിലെ ഈ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായി മാറുന്നത് ഈ UAE അടക്കമുള്ള സൗദി അറേബ്യ. നമുക്ക് അതൊരു പക്ഷേ നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ തട്ടകങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് അവരുടെ മനസ്സുകളിലേക്ക് ഇത് റാഡിക്കലൈസ്, അവിടെയുള്ള പണ്ഡിതന്മാരടക്കം എന്താണെങ്കിലും ഇപ്പോൾ അവരുടെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ എന്താണെങ്കിലും കേൾക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
പക്ഷെ അങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള ഒരു ഏറ്റവും വലിയ വിഷയമാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത്. കാരണം അവിടെയുള്ള പല ഇതുപോലുള്ള സംഘടനകളെയും ഇപ്പോൾ ഈ റാഡിക്കലായിട്ടുള്ള സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നത് ISI അടക്കമുള്ള ഈ പാകിസ്ഥാൻ്റെ അടക്കമുള്ള സംഘടനകളാണ് എന്നുള്ളിടത്താണ് പലപ്പോഴും ഇതിൻ്റെ ഭീകരത വരുന്നത്. കാരണം അങ്ങനെ കേരളത്തിലേക്ക് എത്തുന്ന ഈ തീവ്രവാദം, ആ തീവ്രവാദം ഇവിടെ നറീഷ് ചെയ്ത് ഇവിടുത്തെ രാജ്യത്തിനെതിരെയുള്ളൊരു സാധനമായിട്ട് മാറുന്നു. അതിനനുസരിച്ചുള്ള പ്രൊപ്പഗാണ്ടകൾ വരുന്നു. ഇപ്പം ഈ SDP ഒക്കെ ഈ PFIയുടെ രാഷ്ട്രീയ മുഖമായ SDP കുറിച്ചൊക്കെ ഇപ്പോഴും പറയുന്നത് SDP ഒരു രാഷ്ട്രീയ വലിയ സംഘടനയാകുന്നതിനപ്പുറത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോഴും PFIയുടെ ആ ഐഡിയോളജി എന്തായിരുന്നു, ആ തീവ്ര ഐഡിയോളജി എന്തായിരുന്നു, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും PFIയുടെ ആ അതേ ഐഡിയോളജി ഗ്രൗണ്ട് ലെവലിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നും PFIയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജമായത്തെ ഇസ്ലാമി നോക്കുക, ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റാഡിക്കലൈസേഷൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ജമായത്തെ ഇസ്ലാമിയാണ്. അവിടെ മുർഷിദ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ ജമായത്തെ ഇസ്ലാമിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്കും ഇതേ ജമായത്തെ ഇസ്ലാമി വരുമ്പോഴാണ് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ഈ മുസ്ലിം ലീഗിന് ഈ ഇപ്പം P ജയരാജൻ്റെ ആരോപണം വരുമ്പോൾ അതിനുള്ളിലും ഒരു വാസ്തവമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഫണ്ട് വരുന്നത്, ആളിറങ്ങുന്നത്, ഇപ്പം നമ്മൾ നോക്കി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അവർക്ക് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു ആൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചില ഇസ്ലാമിക സംഘടനകൾ അടക്കമുള്ള ആളുകൾ തന്നെ വേണം. അവർ വണ്ടിക്ക് ഇറക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അത് ശരിയാണ്. ഗൾഫിൽ നിന്നും പണം വരേണ്ട ആവശ്യമുണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ക്രൈസിസ് അനുഭവിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ ഫണ്ടെല്ലാം വരുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ്, അവർക്ക് ഫണ്ട് വരുന്നതല്ല. അപ്പോൾ KM ഷാജിയെ പോലുള്ള MK മുനീറിനെ പോലെയുള്ള മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസും ഇതുപോലുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വോട്ട് മേടിച്ച് അല്ലെങ്കിൽ അവരുടെ പണം മേടിച്ച് വളരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പോലും അപകടത്തിൽപ്പെട്ടു പോകുന്ന, മുസ്ലിം ലീഗിലെ മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ പോലും അപകടത്തിൽപ്പെട്ടു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ പോലീസ് മേധാവി സൂചിപ്പിച്ച ഈ ഒരു കാര്യം ഈ ഒരു അർത്ഥത്തിൽ വളരെ സീരിയസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുടെ അടുത്തു നിന്ന് ഈ ഹെൽപ്പ് മേടിക്കുമ്പോൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്ത് നിന്നുള്ള എല്ലാം ഹെൽപ്പ് മേടിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അവർ പാർട്ടികളിൽ ഫണ്ട് തരുന്നത്, പാർട്ടിക്കുള്ളിലേക്ക് കയറുന്നത് അവരുടെ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ അവരുടെ വോട്ടും അവരുടെ പണവും മേടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സെക്യുലർ ചിന്താഗതിയുള്ള മുസ്ലിം ലീഗിനടക്കം അവരെ അടക്കം കരിവാരി തേക്കാനും അതുപോലെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കി കളയാനും പോകുന്ന രീതിയിലേക്ക് അതെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അരുൺ, ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇസ്ലാമിക തീവ്രവാദം, ഈ കൊറോണ വൈറസ് പോലെ അതൊരു വൈറസാണ്. ശരിക്കും അതൊരു വ്യക്തിയിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതൊരു സംഘടനയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സംഘടന, ആ വ്യക്തി, ആ പ്രസ്ഥാനം ലോകത്തിന് ഒരു അപകടകരമായിട്ടുള്ള വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നശിപ്പിക്കുക എന്നൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇവർ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ, ഇപ്പോൾ നൈജീരിയയിൽ അവർ ബോക്കോ ഹറാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാൻ, ഇപ്പോൾ ഇറാഖ്, സിറിയ പ്രദേശങ്ങളിൽ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഗാസയിൽ അവർ ഹമാസ്, അങ്ങനെ പല പേരുകളാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ. ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഊർജം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ സോഴ്സ് ഒന്ന് തന്നെ, അതിൻ്റെ പേരാണ് ഈ ഇസ്ലാമിക തീവ്രവാദം. എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സംഘടിതമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ മറ്റൊരു സംവിധാനം ലോകത്തുണ്ടോ എന്നൊരു കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ DGP പറഞ്ഞൊരു പ്രസ്താവന, അതായത് PFI അണികൾ പല സംഘടനകളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ തീവ്രവാദം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, വെടിവെക്കുക, കത്തിയെടുത്ത് കുത്തുക, നശിപ്പിക്കുക. അതിൻ്റെ ഒരു വശം മാത്രമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു, ഇപ്പോൾ റോബിൻ പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടികളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവർ സാമൂഹ്യ സംഘടനകളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവർ ബിസിനസ് മേഖലയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവർ ആതുര ശുശ്രൂഷ മേഖലയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ പല പേരുകളിൽ നുഴഞ്ഞു കയറുന്നു. ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ നുഴഞ്ഞു കയറിയാൽ അവിടെ
ഒരു ഭരണപരമായിട്ടുള്ളൊരു ആധിപത്യം സ്ഥാപിക്കുന്നു. ബിസിനസ് മേഖലയിൽ നുഴഞ്ഞു കയറുമ്പോൾ നമുക്കറിയാം ഈ ഹലാൽ പോലുള്ള അധിനിവേശപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ. സാമൂഹ്യ മേഖലകളിൽ നുഴഞ്ഞു കയറുമ്പോൾ നമുക്കറിയാം ഈ നന്മമരങ്ങളുടെയൊക്കെ രൂപത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ലക്ഷ്യങ്ങൾ. ആതുര മേഖലയിൽ നുഴഞ്ഞു കയറുമ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ചില വിഭാഗങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ സമൂഹത്തെ ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആ ആതുര ശുശ്രൂഷ മേഖലയെ തകർത്ത് അവരുടേതായിട്ടുള്ള അജണ്ട സ്ഥാപിക്കുക. ഈ ലക്ഷ്യം അല്ലെങ്കിൽ മാർഗം പലതാണ്, പക്ഷെ അതെല്ലാം കൊണ്ടുചെന്ന് എത്തുന്നത് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദമാകുന്ന ഒരു സമുദ്രത്തിലേക്കാണ്. അതിനു വേണ്ടിയിട്ട് പല പുഴകളിലൂടെ അവർ സഞ്ചരിക്കുന്നു. ബിസിനസ് അധിനിവേശം, ഈ ലവ് ജിഹാദ് പോലുള്ള പ്രണയക്കണികൾ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണപരമായിട്ടുള്ള ഒരു അധിനിവേശം, സാമൂഹ്യ സംഘടനകളുടെ രൂപത്തിലുള്ള അധിനിവേശം, അതെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അധിനിവേശമാണ്, ഇസ്ലാമിക തീവ്രവാദമാണ്. ലോകം മുഴുവൻ അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഭയക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അരുണിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഇവർ വിശ്വസിക്കുന്ന ഒരു തീവ്രവാദപരമായിട്ടുള്ളൊരു ഐഡിയോളജിയാണ്. നമുക്കറിയാം മറ്റ് എന്ത് കാര്യം ആണെങ്കിൽ പോലും അതിലൊരു മിതത്വമുണ്ട്. പക്ഷേ ഇവർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യത്തിന് വേണ്ടി കൊന്നൊടുക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അതായത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു തെറ്റായിട്ടുള്ള ഒരു സങ്കല്പം, അതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. നമുക്കറിയാം ഒരു മരണഭയമില്ലാത്ത ഒരു മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ മരണത്തിലൂടെ വലിയൊരു നേട്ടം കൊയ്യാൻ സാധിക്കും എന്ന ചിന്താഗതിയുമായിട്ട് ഒരു വ്യക്തി നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തി. മരണഭയമില്ലാത്ത ഒരു അവസ്ഥ, അത് തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നത്. അതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസാണ് നമുക്ക് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അരുൺ, നമുക്ക് ഇപ്പോൾ നമ്മൾ PFIയുടെ ഒരു പശ്ചാത്തലത്തിലാണ് സംസാരിച്ചത്. ഇതേ അജണ്ട തന്നെയല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സിറിയയിൽ കാണാൻ സാധിക്കും, ഗാസയിൽ കാണാൻ സാധിക്കും, നൈജീരിയയിൽ കാണാൻ സാധിക്കും, അഫ്ഗാനിസ്ഥാനിൽ കാണാൻ സാധിക്കും, ബംഗ്ലാദേശിൽ കാണാൻ സാധിക്കും. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ, പക്ഷേ ലക്ഷ്യവും ആശയവും ഒപ്പം തന്നെ ഇവരുടെ തന്ത്രങ്ങളും ഒന്ന് തന്നെ. അതിൻ്റെ വ്യക്തമായിട്ടുള്ള പല സൂചനകളും അല്ലേ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോർജ്, ഈ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീവ്രവാദികളായിട്ട് ചാപ്പുകുത്തുന്ന ഒരു കാലമാണിത്. അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയം. അവർ ഇന്നേ വരെ പയറ്റി വിജയിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ആരെങ്കിലും തീവ്രവാദത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരാണ് തീവ്രവാദികൾ. ഇപ്പോൾ ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമോഫോബിയ പരത്തുന്നവരായിട്ട് മാറി. ഏത് ലോകത്ത് എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ, അവിടെയെല്ലാം തീവ്രവാദം വളരുന്നത് ഇതുപോലെയുള്ള ഇസ്ലാമോഫോബിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തീവ്രവാദികളാക്കിയിട്ട്, തീവ്രവാദത്തിനെതിരെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നവരെ അവരെ തീവ്രവാദികളാക്കിയിട്ട്. ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ തന്നെ കാണാൻ പറ്റും പല ക്രിസ്ത്യൻ സംഘടനകളെ അവരെ ഒറ്റയടിക്ക് ലേബൽ ചെയ്തിരിക്കുകയാണ്. അവർ ഇത് ഇന്നേവരെ ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ടില്ല, തല വെട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരു ആക്രമണം പോലും നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. സോഷ്യൽ മീഡിയയിലൂടെ അവർ തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ച ഉടനെ ഇവരെ തീവ്രവാദികളാക്കുകയാണ്. അപ്പോൾ തന്നെ അവരെ ഒരു വിഭാഗത്തിനെ മുഴുവൻ തീവ്രവാദികളാക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അവരെയും കൂടി തീവ്രവാദികളാക്കുന്ന ഒരു അജണ്ടയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാണ് തീവ്രവാദി എന്ന്. ഇവിടുത്തെ ജനത്തിന് അറിയാൻ പറ്റുന്നില്ല ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വഭാവം, ഇനി ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്നിവർ വിളിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം, ഇതെല്ലാം ഒന്നാണെന്നുള്ള രീതിയിലാണ് ജനം വിചാരിക്കുന്നത്. ആ രീതിയിലാണ് മാധ്യമങ്ങൾ എല്ലാത്തിനെയും ഒരേ തുലാസിലൂടെ അളന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഇവിടെ KM ഷാജി, മുസ്ലിം ലീഗിലെ KM ഷാജി അവരെ തങ്ങളുടെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം, അവരെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കണം. ഇതേ ആശയം തന്നെയായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2047 ഒരു മുസ്ലിം രാഷ്ട്ര നിർമ്മാണത്തിനായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷപൂർവ്വം മുസ്ലിം ലീഗിലേക്ക് വരും, ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഇവരെ എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ DGP പറഞ്ഞു SDPI പോലുള്ള സംഘടനകളിൽ, SDP അടക്കമുള്ള സംഘടനകളിലേക്ക് ഇവർ ചേക്കേറിയിട്ടുണ്ടെന്ന് പറയുന്നു, ഇവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ മീഡിയകളിൽ വന്നത് SDPI എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. SDPയിലേക്ക് ചേക്കേറി. മറ്റുള്ള സംഘടനകളെല്ലാം ഇവർ മനോഹരമായിട്ട് ഒഴിവാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇവർ ചേക്കേറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇവർ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അപകടം? ഇവരെ ഡീറാഡിക്കലൈസ് ചെയ്തോ? ഇവരെ ഡീറാഡിക്കലൈസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും പാർട്ടി ചെയ്തതായിട്ട് അറിവുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസമാണ് 977 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നത്. NIA കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ളതാണ്. എത്ര തലകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? PFIയുടെ എത്ര തലകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? PFIക്ക് ഏതൊക്കെ വിങ്ങുകളുണ്ടായിരുന്നു? സർവീസ് വിങ് എന്തായിരുന്നു അവരുടെ പണി? അവരായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികളെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ ഉൾപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് മുകളിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. ആംസ് ട്രെയിനിങ് വിങ് ഇവരെന്താ ചെയ്തിരുന്നത്?
ആയുധ പരിശീലനം കൊടുത്തു. അത് കളരി ആയിക്കോട്ടെ, ഏതും രീതിയിലൂടെ ആയിക്കോട്ടെ, ഇനി സൂമ്പ ഡാൻസ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടെ അടക്കം അവരത് ട്രെയിനിങ് കൊടുക്കും. ഇവരുടെ വിവിധ വിങ്ങുകളെ കുറിച്ചിട്ടും എന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വിങ്ങുകൾ, ഫസ്റ്റ് വിങ് റിപ്പോർട്ടർ വിങ്. റിപ്പോർട്ടർ വിങ്ങാണ് ഈ 977 പേരുടെ ലിസ്റ്റ് എടുത്ത് അവരെക്കുറിച്ചുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആംസ് വിങ്ങാണ് ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അത് ഈ കളരിപ്പയറ്റ്, യോഗ തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ആംസ് ട്രെയിനിങ് വിങ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വിങ് സർവീസ് വിങ്, ഇവരെ തട്ടാനുള്ള വിങ്. ഇത്രയും വലിയ ശ്രേണിയാണ്. ഇതിൽ എത്ര പേരുണ്ടാവും? ഇതിലുള്ള എല്ലാവരും ഈ 977 എന്ന് പറയുന്നത് NIA കയ്യിൽ കിട്ടിയ ലിസ്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ലിസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും ഈ ലിസ്റ്റ് ഉണ്ടാക്കാനും ഇതിനു വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള എത്ര പേര് ഇവിടെ കേരളത്തിൽ സജീവമായിരുന്നു? ഈ സജീവമായിരുന്ന എല്ലാവരെയും ഡീറാഡിക്കലൈസ് ചെയ്തിട്ടാണോ മുസ്ലിം ലീഗ് വിളിച്ചത്? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വെളിപ്പെടുത്തട്ടെ, ഞങ്ങളുടെ സംഘടനയിലേക്ക് ഇത്രയും PFIക്കാർ വന്നിട്ടുണ്ട്, ഇവരെല്ലാവരും ഞങ്ങൾ പ്രത്യേകം ട്രെയിനിങ്ങും ക്ലാസ്സൊക്കെ കൊടുത്തിട്ട് ഇവരെല്ലാവരും മാറ്റി. ഇതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, മറ്റേത് സംഘടന ആയിക്കോട്ടെ, ഈ സംഘടനയിലേക്കെല്ലാം ഇവർ ചേക്കേറി. ഈ ചേക്കേറിയവരാണ് ഏറ്റവും വലിയ അപകടമായിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ റോബിൻ സൂചിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സൂചന ഞാൻ തരാം. ഇപ്പോൾ സിറിയയിലെ ഡ്രൂസുകൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. അതിന് മുമ്പ് അലവൈറ്റ്സിനെതിരെ അവർ ആക്രമണം നടത്തിയിരുന്നു. ഈ രണ്ടിടത്തും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അവർക്കെതിരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളികളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആരാണ് ആക്രമിച്ചത്? സർക്കാർ സൈന്യമാണോ ആക്രമിച്ചത്, അതോ ബദൂയിൻ സൈന്യമാണോ ആക്രമിച്ചത്? ഇവർ രണ്ടുപേരുടെ കൂടെ കൂടിയ കുറേ പേരും കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ, അവരുടെ വീഡിയോകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ആക്രോശത്തോടു കൂടിയിട്ട് അവിടെ നടന്ന ഭൂരിഭാഗം ആക്രമണങ്ങളിലും പങ്കുചേർന്നത്. അവരെ അന്ന് വരെ തൊട്ടടുത്തുള്ള ഡ്രൂസുകൾ ചിന്തിച്ചിരുന്നത് അവർ സാധാരണക്കാർ, തങ്ങളുടെ ഇടയിൽ വസിക്കുന്നവർ എന്നായിരുന്നു. ഇനി ഹമാസിൻ്റെ ആക്രമണം നോക്ക്. 5000 പേരാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത്. അതിൽ 2200 പേർ, കൃത്യമായ കണക്കാണ്, 2200 പേർ ഗാസയിലെ സാധാരണ ജനങ്ങളാണ്. പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഹമാസ് പോരാളികൾ 3800, ബാക്കി 2200 ഗാസയിലെ സാധാരണ ജനങ്ങൾ. ഈ സാധാരണ ജനങ്ങൾ ഇതേ ഹമാസിൻ്റെ കൂടെ ചേർന്ന് അവിടെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ലൈംഗിക പീഡനങ്ങളും നടത്തി. അതോടൊപ്പം തന്നെ ഏകദേശം 10,000-ഓളം മിസൈലുകൾ വിട്ടത് മുഴുവൻ എവിടെ നിന്നാണ്? ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രം ചെയ്യാവുന്ന അവിടുത്തെ സ്കൂളുകൾ, ആശുപത്രികൾ, UN പല സംവിധാനങ്ങൾ. എന്തിനു പറയണു, ഈ UNRWയുടെ പ്രവർത്തകർ പോലും ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ, AP അസോസിയേറ്റ് പ്രസിൻ്റെ ഫ്രീലാൻസ് ആയിട്ടുള്ള ലേഖകൻ, അദ്ദേഹം ക്യാമറകളുമായിട്ട് ഇതിൻ്റെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? NIA കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് 2047 ഭാരതത്തെ ഇസ്ലാമവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയിലും, കൃത്യമായ വാക്കാണ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ കുറേ തട്ടുകളുണ്ട്. ഈ തട്ടുകളുടെ എല്ലാം തട്ടിൽ കയറി കഴിഞ്ഞിട്ടാണ് ജുഡീഷ്യറിയിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ തട്ടിലും ഇവർ നേരത്തെ കയറി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സായുധ സേനയിലും, എന്ന് പറഞ്ഞാൽ സൈന്യം വരെ വരാകുന്ന ഇവിടുത്തെ ലോക്കൽ പോലീസ് മുതൽ എല്ലാ സംവിധാനത്തിലേക്കും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ നുഴഞ്ഞു കയറിയവരെ പുറത്താക്കിയതായിട്ട് കുറിച്ച് നമുക്കറിയില്ല. എത്ര പേര് ഇതിൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവർ നമ്മുടെ ഭരണ സംവിധാനങ്ങളിലുണ്ട്, നമ്മുടെ ജുഡീഷ്യറിയിലുണ്ട്, നമ്മുടെ മാധ്യമ പ്രവർത്തന മേഖലകളിലുണ്ട്, നമ്മുടെ ബ്യൂറോക്രസിയിലുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. ഇപ്പോൾ VS അച്യുതാനന്ദൻ മരിച്ച ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അന്ന് പ്രവചനമായിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. 20 വർഷത്തിനുള്ളിൽ, അതായത് 2010 ആ കാലഘട്ടത്തിലാണ് പറയണത്, അപ്പോൾ ഏകദേശം ഒരു 2030 20 വർഷത്തിനുള്ളിൽ കേരളം മുസ്ലിം രാജ്യമാകും എന്നതാണ് ആരുടെ അജണ്ട? മുസ്ലിമുകളുടെ അജണ്ട എന്ന് ഞാൻ പറയില്ല. മുസ്ലിമുകളുടെ അജണ്ട എന്നല്ല VS പറഞ്ഞത്. അദ്ദേഹം അന്നത്തെ NDF അടക്കമുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. അതായത് തീവ്രവാദികൾക്ക് ഒരു ലക്ഷ്യമുള്ളൂ. VS അത് കണ്ടു. VS ഏതെങ്കിലും രേഖ പരിശോധിച്ചിട്ടാണോ ഈ 2030 എന്ന് പറഞ്ഞെന്നറിയില്ല. പക്ഷേ NIAക്ക് കിട്ടിയത് രേഖപ്രകാരം തന്നെയാണ് 2047 ഇന്ത്യ. 2047 ഇന്ത്യ ആവണമെങ്കിൽ 2030-ലോ 40-നോ ഉള്ളിൽ കേരളം ഇസ്ലാമിക രാജ്യമാവണം. അതിൽ യാതൊരു തെറ്റുമില്ല. VS പറഞ്ഞ ഈ പ്രവചന വാക്കുകൾ ഇവിടെ കെടുക്കുന്നുണ്ട്. അതിൻ്റെ വേഗത ചെറിയ രീതിയിലെങ്കിലും കുറച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ BJP ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ PFI നിരോധിക്കപ്പെട്ടതുകൊണ്ടും മാത്രമാണ്. ഈ PFI അണികൾ റോബിൻ പറഞ്ഞതുപോലെ എല്ലാ മുന്നണികളിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ അജണ്ടയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളല്ല അവിടെ നടപ്പാകുക. ഇവർ മുസ്ലിം ലീഗിൽ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളെല്ലാം നടപ്പാക്കുക. അത് ഇടതുപക്ഷത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളെല്ലാം നടപ്പാക്കുക. അവരുടെ ആശയങ്ങൾ അവർ നടപ്പാക്കിയിരിക്കും.
അത് കറക്റ്റാണ്. നമ്മളിപ്പം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ആ രാജ്യങ്ങൾ പലപ്പോഴും മുൻ കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. ഇപ്പം ലെബനോൻ ആയിക്കോട്ടെ, മറ്റു പല രാജ്യങ്ങളായിക്കോട്ടെ, ആ ങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് അതെടുത്ത് നോക്കുമ്പോൾ അത് അരുൺ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ ആദ്യമേ നമ്മൾ കഴിഞ്ഞ നിലപാടിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ, മനോഹരമായിട്ടുള്ള ലക്ഷ്യത്തോടെ, സോക്കോൾഡ് മനോഹരമായിട്ടുള്ള ലക്ഷ്യത്തോടെ ഒരു സംഘടന ഉണ്ടാക്കുന്നു. പിന്നീട് അതിനൊരു പൊളിറ്റിക്കൽ സ്വഭാവം കൈവരുന്നു. പിന്നീട് ഒരു മിലിറ്ററി സ്വഭാവം കൈവരുന്നു. ഈ പൊളിറ്റിക്കൽ സ്വഭാവം കൈവരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരു പാരസൈറ്റിനെ പോലെ ഇങ്ങനെ നുഴഞ്ഞു കയറും. പിന്നീട് അവരുടെ ഒരു നേതൃ പദവിയിലേക്ക് എത്തും. നമുക്കറിയാം, ഇപ്പോൾ ബ്രിട്ടനിൽ ഒരു പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ് കീർ സ്റ്റാർമറിന്റെ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഈ പ്രീണനത്തിന് വേണ്ടിയിട്ട് ഈ പ്രോ പാലസ്തീൻ അനുകൂലികൾ വല്ലാതെ അങ്ങ് വളർത്തി. ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാറായി എന്നൊരു സ്ഥിതി വന്നപ്പോൾ ആ പാർട്ടിനെ പിളർത്തി അവർ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയാണ്. ഞാൻ കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് DGPയുടെ ഒരു പരാമർശത്തിന്റെ ഒരു ഗൗരവ സ്വഭാവം ഒരു ഉദാഹരണം. ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യം നമ്മളൊന്ന് സങ്കല്പിക്കുക. ആ സംഘടനയെ നിരോധിച്ചതിന് ശേഷം ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ പറയുകയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിലുള്ള അണികൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയിലുള്ള പാർട്ടികൾക്ക് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടികളിൽ ജോയിൻ ചെയ്യാം എന്ന ഒരു ആഹ്വാനം നടത്തിയാൽ എങ്ങനെയിരിക്കും? അത് തന്നെയാണ് ഇപ്പോൾ PFIയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ഒരു ആഹ്വാനത്തിന്റെ ആ ഒരു ഇരട്ടത്താപ്പ്, ആ ഒരു പൊള്ളത്തരം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഈ PFI അണികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈബിളിൽ ഒരു വചനമുണ്ട്, ആട്ടിൻ തോലിട്ട ചെന്നായകൾ എന്ന് പറയുന്ന ഒരു വചനം. ഇപ്പോൾ അവർ PFIയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് ഒരു മാരകശേഷിയുണ്ട് ഈ സെക്കുലർ സ്വഭാവമുള്ള പാർട്ടികളിൽ ഇവർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദം തലക്കി പിടിച്ച, നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള, ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഒരു വാച്യാർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ പല രീതിയിലുള്ള പൊട്ടിത്തെറി, അത് അധിനിവേശപരമായിട്ടുള്ള പൊട്ടിത്തെറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, സാംസ്കാരിക മേഖലയായിക്കോട്ടെ, മാധ്യമ മേഖലയിലായിക്കോട്ടെ, ഏത് നിമിഷവും അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീവ്രവാദപരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിക്ക് തയ്യാറായി നിൽക്കുന്ന ടൈം ബോംബുകൾ നമ്മുടെ കേരളത്തിൽ ചുറ്റിലുമുണ്ട് എന്നത് വളരെ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വോട്ട് ബാങ്ക് പ്രീണനത്തിൻ്റെയൊക്കെ പേരിൽ ആ ഗൗരവമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തോട് കണ്ണടയ്ക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. അതിന് വലിയൊരു വില കേരളം കൊടുക്കേണ്ടി വരും എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കേരളത്തിലെ വളർച്ചയെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കേരളത്തിൽ തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദം ആഭിമുഖ്യമുള്ളവരെ, അത്തരത്തിലുള്ള സംഘടനകളെ വളർത്തിയത് മറ്റാരുമല്ല, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനെന്ന പേരിൽ, ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലെ താൽക്കാലിക ലാഭത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അധികാരത്തിലേക്ക് വരിക എന്ന പേരിൽ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ആ വോട്ട് കണ്ണും പൂട്ടി മേടിച്ചവരാണ് ഇവിടുത്തെ ഇരു മുന്നണികളും. ഓർക്കുക, അത്തരത്തിലുള്ള പാർട്ടികളുടെ വോട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആ പാർട്ടികളെ വളർത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുക അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ പിന്തുണ തേടിക്കഴിഞ്ഞാൽ ആ തേടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു കാര്യം മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ സമുദായം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോഴും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും ഒരു കുറ്റകരമായിട്ടുള്ള ഒരു ഉറക്കത്തിൽ തന്നെയാണ്. അനവധി മുന്നറിയിപ്പുകൾ വന്ന് കഴിഞ്ഞിട്ടും പടിവാതിൽക്കൽ നിൽക്കുന്ന ആ അധിനിവേശ ഭീകര ശക്തികളെ തിരിച്ചറിയാൻ പലപ്പോഴും ക്രൈസ്തവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതേ സ്ഥിതി തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ലെബനോനിലെ ക്രൈസ്തവരും നേരിട്ടത്. അവർ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളോട് കണ്ണടച്ചു. ഇപ്പോൾ എന്നേക്കുമായി ആ രാജ്യത്തിൽ കണ്ണടച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവിടുത്തെ ക്രൈസ്തവരും നേരിടുന്നത്. അതിനാൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ലെബനോൻ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. മിഡിൽ ഈസ്റ്റിലെ മറ്റു പല രാജ്യങ്ങൾക്കും സംഭവിച്ച ദുരവസ്ഥ കേരളത്തിൽ, ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.